എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നേടിയ ആ ചരിത്രപരവും അത്യുജ്വലവുമായ വിജയത്തിനു ശേഷം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ക്യാമ്പിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ കേട്ടാൽ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം അത്ഭുതത്താൽ വിരൽ കടിച്ചുപോകും. IPL ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം കളിക്കാരെ കോടീശ്വരന്മാരാക്കുന്ന ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ രാത്രി സാക്ഷ്യം വഹിച്ചത്. ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ സുവർണ ശോഭയിൽ അലയടിച്ച ആരവങ്ങൾക്കിടയിൽ അരങ്ങേറിയത് വെറുമൊരു IPL മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് RCBയുടെ തികച്ചും പുതിയതും ആക്രമണോത്സുകവുമായ ഒരു സുവർണയുഗത്തിന്റെ ഗംഭീരമായ തുടക്കം കൂടിയായിരുന്നു അത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ 202 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യത്തെ തങ്ങളുടെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് മികവുകൊണ്ട് RCB താരങ്ങൾ ഒരു കളിപ്പാട്ടം പോലെ നിസ്സാരമാക്കിയപ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊണ്ടു. ഈ ഐതിഹാസിക വിജയം ആരാധകരെ മാത്രമല്ല ആവേശത്തിലാഴ്ത്തിയത്, ടീമിന്റെ പുതിയ ഉടമയും പ്രശസ്ത ബിസിനസ്സുകാരിയും പോപ്പ് താരവുമായ അനന്യ ബിർളയുടെ ഹൃദയം കൂടിയാണ് ഈ പ്രകടനം കീഴടക്കിയത്. VIP സ്റ്റാൻഡിലിരുന്ന ടീമിന്റെ ഓരോ ബൗണ്ടറിയിലും ആവേശത്തോടെ ത്രിവർണ പതാക വീശി ആഘോഷമാക്കിയ അനന്യയുടെ ഊർജ്ജം കാണികളെപ്പോലും കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. ക്യാപ്റ്റൻ രജത് പാടിദാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിജയചാർത്ത് അണിഞ്ഞ നിമിഷം അവർ ഒരു നിമിഷം പോലും വൈകാതെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കുതിക്കുകയും വിജയത്തിന്റെ യഥാർത്ഥ നായകന്മാർക്കുമേൽ IPL ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള സമ്മാനങ്ങളുടെ ഒരു മഹാമഴ തന്നെ പെയ്യിക്കുകയും ചെയ്തു. ഈ രാജകീയമായ സമ്മാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും തിളക്കമുള്ളതുമായ പേര് മറ്റാരുടേതുമല്ല, അത് സാക്ഷാൽ കിങ് കോഹ്ലിയുടേതാണ്. 181 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ വിരാട് നേടിയ പുറത്താകാതെയുള്ള 69 റൺസിന്റെ അപരാജിത മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സിനെ അനന്യ വാനോളം പുകഴ്ത്തി. ടീമിനോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിനും അദ്ദേഹത്തിന്റെ വിപുലമായ അനുഭവസമ്പത്തിനും പരമോന്നത ആദരവ് നൽകിക്കൊണ്ട് കോടികൾ വിലമതിക്കുന്നതും വജ്രങ്ങൾ പതിപ്പിച്ചതുമായ ഒരു കസ്റ്റമൈസ്ഡ് സോളിഡ് ഗോൾഡ് വാച്ചാണ് അനന്യ സമ്മാനിച്ചത്. എന്നാൽ ആ ആദരവ് അവിടെയും അവസാനിച്ചില്ല. ബാംഗ്ലൂരിലെ ഏറ്റവും ആഡംബരപൂർണമായ പ്രദേശത്ത് ഒരു വിശാലമായ രാജകീയ വില്ല കൂടി കോഹ്ലിക്കായി അവർ വാഗ്ദാനം ചെയ്തു. വിരാട്ടിന്റെ കണ്ണുകളിലേക്ക് നോക്കി അഭിമാനത്തോടെ അവർ പറഞ്ഞ വാക്കുകൾ ഡ്രസ്സിംഗ് റൂമിനെ ഒന്നടങ്കം വികാരഭരിതമാക്കി. വിരാട്, താങ്കൾ വെറും ഒരു കളിക്കാരനല്ല, RCBയുടെ ആത്മാവും ഹൃദയമിടിപ്പുമാണ്. മൈതാനത്ത് താങ്കളുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. താങ്കളുടെ ഈ അത്യുന്നത അഭിനിഷേധത്തിനു മുന്നിൽ ഈ സമ്മാനങ്ങളൊക്കെ എത്രയോ ചെറുതാണ്. ഈ രാജകീയമായ അംഗീകാരം വിരാട്ടിന്റെ മാത്രമല്ല, മുഴുവൻ ടീമിന്റെയും ആത്മവീര്യം ഏഴാം ആകാശത്തേക്ക് ഉയർത്തി. എന്നാൽ ഈ സമ്മാനമഴ വിരാട്ടിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. ഈ ചരിത്ര വിജയത്തിലെ യഥാർത്ഥ ഹീറോയും സങ്കടമോചകനുമായ യുവതാരം ദേവദത്ത് പടിക്കലിനും ലഭിച്ചു അവിശ്വസനീയമായ അംഗീകാരങ്ങൾ. ഹൈദരാബാദ് ബൌളർമാർക്ക് മുന്നിൽ റൺസ് കണ്ടെത്താൻ പാടുപെട്ട സമയത്ത് കേവലം 26 പന്തുകളിൽ നിന്നും 61 റൺസ് അടിച്ചുകൂട്ടി പടിക്കൽ നടത്തിയ ആ വിനാശകരവും നിർഭയവുമായ ബാറ്റിംഗ് പ്രകടനം അനന്യയെ അക്ഷരാർത്ഥത്തിൽ മയക്കിക്കളഞ്ഞു. ഈ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിന് അംഗീകാരമായി തിളങ്ങുന്ന ഒരു പുത്തൻ ഹൈസ്പീഡ് ലക്ഷറി സ്പോർട്സ് കാറിന്റെ താക്കോലാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അനന്യ കൈമാറിയത്. കൂടാതെ ഈ യുവതാരത്തിന്റെ ശോഭനമായ ഭാവി കെട്ടിപ്പടുത്തുന്നതിലായി കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രത്യേക പെർഫോമൻസ് ബോണസ് ഫണ്ടും അവർ ഉടനടി പ്രഖ്യാപിച്ചു. പടിക്കലിന്റെ പുറത്തു തട്ടി അവർ പറഞ്ഞു, ദേവദത്ത്, താങ്കൾ RCBയുടെ മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ സുവർണ ഭാവിയാണ്. താങ്കളുടെ ഈ നിർഭയത്വമാണ് ഇത്തവണ നമ്മുടെ IPL വരൾച്ച അവസാനിപ്പിച്ച് കിരീടത്തിലേക്ക് നയിക്കാൻ പോകുന്ന എക്സ് ഫാക്ടർ. കളിക്കാരെ ഞെട്ടിക്കുന്ന ഈ സമ്മാന പ്രഖ്യാപനങ്ങളുടെ പരമ്പരയിൽ പുതിയ ക്യാപ്റ്റൻ രജത് പാടിദാറും ഒട്ടും പിന്നിലായിരുന്നില്ല. തന്റെ ക്യാപ്റ്റൻസിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ കാണിച്ച അപാരമായ പക്വതയ്ക്കും വെറും 12 പന്തിൽ നിന്നും 31 റൺസ് അടിച്ചുകൂട്ടി മത്സരം ഫിനിഷ് ചെയ്ത ആ സ്ഫോടനാത്മകമായ പ്രകടനത്തിനും അനന്യ നൽകിയ സമ്മാനം കേട്ടാൽ ആരും അമ്പരന്നു പോകും. കോടിക്കണക്കിന് രൂപയുടെ ഒരു ബ്ലാങ്ക് ചെക്കും ബിർള ഗ്രൂപ്പിന്റെ വൻകിട കമ്പനികളുമായുള്ള ഒരു $multi-million എൻഡോഴ്സ്മെന്റ് ഡീൽ ഒപ്പിടാനുള്ള സുവർണ അവസരവുമാണ് ക്യാപ്റ്റനെ തേടിയെത്തിയത്. രജത്തിന്റെ കീഴിൽ ടീമിന്റെ മനോഭാവം പൂർണ്ണമായി പോസിറ്റീവായെന്നും ഇതേ ആക്രമണോത്സുകതയോടെ ടീമിനെ മുന്നോട്ട് നയിക്കണമെന്നും അവർ വ്യക്തമാക്കി. ഒടുവിൽ കളിക്കാരെ രോമാഞ്ചമണിക്കുള്ളിക്കുന്ന ഒരു പ്രഭാഷണത്തിലൂടെ അനന്യ എല്ലാവരെയും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. RCB എനിക്കൊരു വെറും ക്രിക്കറ്റ് ടീം മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരമാണ്. എന്റെ കളിക്കാർ മൈതാനത്ത് അവസാന പന്തുവരെ രക്തം ചിന്തി പോരാടുകയാണെങ്കിൽ അവർക്ക് ലോകത്തിലെ എല്ലാ സന്തോഷവും ബഹുമാനവും നൽകാൻ ഞാൻ തയ്യാറാണ്. ഇത്തവണ നമ്മുടെ ലക്ഷ്യം വെറുതെ പങ്കെടുക്കുക എന്നതല്ല, ആ കിരീടം നമ്മുടെ വീട്ടിലെത്തിക്കുക എന്നതാണ്. കാവ്യ മാരന്റെ ഹൈദരാബാദിനെ തറ പറ്റിച്ചതിന് പിന്നാലെ അനന്യ ബിർളയുടെ ഈ അതിഗംഭീരമായ അവതാരം ഇപ്പോൾ ഇന്റർനെറ്റിലാകെ കൊടുങ്കാട്ടായി മാറിയിരിക്കുന്നു. പുതിയ ഉടമയുടെ ഈ ഊർജ്ജം RCBയുടെ തലവര മാറ്റിയെഴുതുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, RCBയുടെ പുതിയ ഉടമ അനന്യ ബിർളയുടെ ഈ രാജകീയ സമ്മാനങ്ങളെക്കുറിച്ചും വിരാട്ടിനും പടിക്കലിനും പാട്ടിദാറിനും ലഭിച്ച വിലപ്പെട്ട ഈ അംഗീകാരങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അനന്യയുടെ ഈ ആക്രമണോത്സുകമായ ശൈലി ഇത്തവണ RCBയെ അവരുടെ ആദ്യ IPL കിരീടത്തിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അനന്യ ക്വീൻ എന്നും RCB ചാമ്പ്യൻസ് എന്നും എഴുതി പങ്കുവയ്ക്കുക.
അതുപോലെ വിരാട് കോഹ്ലിയുടെ ഈ പണയോട്ടം സീസണിലുടനീളം തുടരുമോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.